കുലുക്കൂസ് അച്ചുച്ചി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ തന്നെ സ്നേഹിക്കുന്നവരോട് ചേച്ചിയുടെ സ്നേഹം കൊണ്ടേ സ്നേഹം കൂടുതലുണ്ട്. പുള്ളി ഇരുന്ന് കണ്ടോളൂ. മോണിറ്റൈസേഷൻ ഒന്നും ഉള്ള ഉപദേശം ചേച്ചിക്ക് ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കണ്ടിരിക്കും. ഇത് മോണിറ്റൈസ് ചെയ്തായിരുന്നോ എങ്കിലും ഞാൻ അവിടെ രണ്ടായിട്ട് കണ്ടോണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്ന ഒരു ക്രൂരതയാണ് എനിക്കറിയാം. ഒരുപാട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 20 ദിവസമായിട്ട്. അവരോട് ഞാൻ ചെയ്യുന്ന അതെ പൂരത്തറിയാം. കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്ക്. ഇപ്പോഴത്തെ വീഡിയോ ഇട്ടപ്പോഴും കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ആക്കിയല്ലോ. സ്നേഹക്കൂടുതലുണ്ടായിരിക്കും. സോറി സ്നേഹക്കൂടുതലുണ്ട്. എനിക്കറിയാം. കസ്റ്റമേഴ്സിന് എല്ലാം സ്നേഹമാണ്. കസ്റ്റമേഴ്സിന്, എംപ്ലോയീസിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹമാണ്. സ്നേഹക്കൂടുതലുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പറയേണ്ടി വന്നു. ഏറ്റവും വലിയൊരു ചതിയാണ് എന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ എന്നെ ഞാനൊരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാത്ത, അതാണ് നമുക്ക് ഒരു നോട്ടം കൊണ്ട് പോലോ ഒരു വാക്കുകൊണ്ട് പോലോ. അതെ, അവരുടെ അമ്മയായിരുന്നു അച്ചു, അവരുടെ ചേച്ചിയായിരുന്നു അച്ചു, അവരുടെ പെങ്ങളായിരുന്നു അച്ചു, അവരുടെ അനിയത്തിയായിരുന്നു അച്ചു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തോന്നുമ്പോൾ എംപ്ലോയീസ് വന്നാൽ മതി, തോന്നുമ്പോൾ പോകണം. ഇഷ്ടം പോലെ പൈസ. അതുകൊണ്ടാണല്ലോ ആൾക്കാർ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് വീഡിയോ എടുത്തിട്ട് പോയത്. കഴിഞ്ഞ 20 ദിവസമായിട്ട് എന്നെ മെന്റലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ 20 ദിവസം പൊരുതി നിന്നു. അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ കൂടെ പറയുന്നത്. 20 ദിവസം മെന്റലി തകർന്നിരിക്കുന്ന ആളാണ് നല്ല ഉഗ്രൻ മേക്കപ്പും ഇട്ടിട്ട് കുളിച്ചൊരുങ്ങി സെറ്റായിട്ട് വന്നിരിക്കുന്നത്. 20 ദിവസം മാനസിക സംഘർഷമായിരുന്നു. പക്ഷെ കോലം കണ്ടാൽ പറയത്തില്ല, ഉറങ്ങിയിട്ടില്ല. ചേച്ചി ഉറങ്ങിയിട്ടില്ല. മോൻ കണ്ടറിയാമല്ലോ, മേക്കപ്പൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടതാ. അല്ലേ ആദ്യമേ തന്നെ കൺമണിയോട് ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ്. കാരണം കൺമണിയോട് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒലിവിയ ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെട്ടില്ലേ. സന്തോഷിക്ക്. കൺമണിയും കൂടെ ഫെയിമായി. ഒരുപാട് പേര് കൺമണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, കൂടുതൽ ന്യായം കൺമണിയുടെ ഭാഗത്താണ്. അതിലൊന്നും പറയാനില്ല. ഉണ്ടോ? കൺമണി കാരണം കരയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ വീഡിയോയുടെ ചേച്ചി എന്താ വിചാരിച്ചേ? കൺമണിയൊക്കെ കിടന്ന് കരഞ്ഞത് കൊണ്ടാണ്, പിള്ളേരൊക്കെ വന്ന് വീട്ടിൽ ഫ്രണ്ടിൽ കിടന്ന് കരഞ്ഞത് കൊണ്ടാണ് ഇത്ര റീച്ച് കിട്ടിയെന്നാണോ? അതായിരിക്കും ഇനി വരാൻ പോകുന്ന നമ്പറിൽ കിടന്ന് കരഞ്ഞത്. ഒത്തില്ല എന്നെ മാത്രമേ കാണുന്നുള്ളെങ്കിലും എന്റെ ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്തു തരുന്ന വ്യക്തികൾ പല സ്ഥലങ്ങളിൽ നിന്ന് കടം മേടിച്ചും ബുദ്ധിമുട്ടിയും പല സ്ഥലങ്ങളിലേക്ക് പോയി ജീവിതത്തിന്റെ രണ്ടറ്റം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം ഈ നാട്ടിൽ ഈ ബിസിനസ് നടത്തുന്നുള്ളതെന്ന് തോന്നുന്നല്ലോ. ബാക്കി ആൾക്കാരൊന്നും തുണിക്കച്ചവടമല്ലേ ചെയ്യുന്നത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറൊരാൾ വരും. ഒരിക്കലും ഒലീവിയ എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമല്ല ഇവിടെ തുണി വിൽക്കുന്നത്. നിങ്ങളൊരു റീറ്റെയിലർ മാത്രമാണ്. നിങ്ങൾ സാധനം എടുക്കുന്നു, വിൽക്കുന്നു. പ്രൊഡക്ഷൻ ചെയ്യുന്ന വേറെ ആരുമാണ്. അവരെടുക്കും, നിങ്ങൾ സാധനം കൊണ്ടുതരുന്നു, നിങ്ങൾ വിൽക്കുന്നു. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒലീവിയയ്ക്ക് വരും വേറെ ഒരു കമ്പനി വരും, ആ സ്ഥാനം അങ്ങ് ഏറ്റെടുക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഒലീവിയ അവിടെ പോയെന്ന് പറഞ്ഞാൽ ആർക്കും നഷ്ടമൊന്നുമില്ല. നഷ്ടം നിങ്ങൾക്കേ ഉള്ളൂ. മുട്ടിക്കാൻ വേണ്ടി കുറെ അധികം സ്റ്റാഫുകളെ വെച്ച് കടം മേടിച്ചും ലോൺ എടുത്തും ഒക്കെ യൂണിറ്റുകൾ തുടങ്ങി അവരൊരു സുപ്രഭാതത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു മെസ്സേജ് അവരെ മെന്റലി ഒരുപാട് തകർക്കുന്നുണ്ട്. നിങ്ങളുടെ പോയി കഴിഞ്ഞാൽ വേറെ പണി നോക്കുന്നേ. ഇപ്പൊ എല്ലാവരും വീട് വെക്കുന്നതും പണി എടുക്കുന്നതും മൊത്തം ഒലീവിയുടെ ഈ ഒരു ഇത് കണ്ടിട്ടാണോ? ഏറ്റവും കൂടുതൽ ഒലീവിയുടെ ലാഭം ഉണ്ടായത് നിങ്ങൾക്ക് രണ്ടുപേർക്കാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു സ്ഥാപനം കണ്ടിട്ടല്ല എല്ലാവരും ചെന്നിട്ട് അയ്യോ ഞാനും ഒരു വീടിന്റെ ലോൺ എടുത്തു, ഒലീവിയുടെ ഒരു കച്ചവടം കിട്ടിയതുകൊണ്ട് ഞാൻ വീടിന്റെ ലോൺ എടുത്തു, ഒലീവിയയിൽ ഇത് വെച്ചത് കൊണ്ട്, ഒലീവിയയിൽ ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ ഉടനെ ലംബോർഗിനി വാങ്ങിച്ചു, മിനി കൂപ്പർ വാങ്ങിച്ചു. ഒന്നുമല്ല. ഏതവന്റെ ജോലി വേണം, ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടി കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും കാണത്തുള്ളൂ. അല്ല ഈ പറയുന്ന കൂട്ടൊന്നുമല്ല കാര്യം. നിങ്ങൾക്കറിയാം, ഞാൻ കേൾപ്പിക്കാൻ പോവാണ്. 2 ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് എന്റെ ഷോപ്പിൽ വന്നൊരു കുട്ടി ഞങ്ങൾക്ക് തരുന്ന വോയിസ് ക്ലിപ്പാണ്. ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കുക. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ എല്ലാം കേട്ട് നിങ്ങൾ പോകണം. അതിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ നിങ്ങളുടെ കമന്റ്സ് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ കേട്ടത്. അവൾക്ക് എന്താണ് ഇത്ര പറയുന്നത്? ഈ മുമ്പേ ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയ വ്യക്തികൾക്ക് മാത്രമേ ഒലീവയുടെ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒലീവ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൺമണിയുടെ കമന്റ് ബോക്സിൽ മൊത്തം ഒലീവയ്ക്ക് എതിരായിട്ടായിരുന്നു വന്നത്. നല്ല പ്രവർത്തികളുണ്ട്. ഇയാളിപ്പോ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിൽക്കല്ല കേട്ടോ. ഇയാളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ട് പറഞ്ഞു. കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പിൽ നിന്ന് രീതിയിൽ അല്ലെങ്കിൽ അവിടെയാണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും നൈസായിട്ടുള്ള മാന്യമായിട്ടുള്ള ഭീഷണി പറയും. ഞാൻ മാന്യമായിട്ടുള്ള ഭീഷണി മോളെ ഇതൊക്കെ പിടിപാടുള്ള ആൾക്കാര് ഈ സൂക്ഷിച്ച് കണ്ടൊക്കെ വേണം കളിക്കാൻ. നൈസായിട്ടൊക്കെ പറഞ്ഞു. ഇതാണ് മാന്യമായിട്ടുള്ള ഭീഷണി. അല്ലാതെ തെറി വിളിച്ചുകൊണ്ടുള്ള ഭീഷണിയുണ്ട്. ആ ഭീഷണിയല്ല, ഇതാണ് നൈസ് ഭീഷണി. ഇതൊക്കെ പിടിപാടുള്ള ആൾക്കാരാ. അല്ലാതെ നിനക്ക് എന്താണ് പ്രശ്നം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ നടന്നത് എന്നൊന്നും പറയണ്ടേ. അതുപോലും ഇല്ല. കൊള്ളാം, നല്ല അടിപൊളി. എന്താ പറയാ, കൺമണിയുടെ ഒട്ടിയിലേക്ക് ഇതിനകത്തുണ്ടല്ലോ ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ കേട്ടത്. ഇപ്പൊ എത്ര നിങ്ങൾ എത്ര ദിവസം എനിക്ക് അറിയില്ല. ചേച്ചി റെക്കോർഡ് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് ചേച്ചി വളരെ മാന്യമായിട്ട് സംസാരിക്കത്തുള്ളൂ. നമുക്കറിയാം കേട്ടോ. നമ്പർ വേണ്ട. എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയത് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇവിടെ പെട്ടെന്ന് നിർത്തിയത് എന്തുവാ?
അതെന്ന് പറഞ്ഞാൽ ലേറ്റ് ആയി 2 ദിവസം ലേറ്റ് ആയി വന്നപ്പോ വീട്ടിൽ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് നേരത്തെ പോണെങ്കിൽ പൊക്കോ. നേരത്തെ വേണേ നേരത്തെ പൊക്കോളാന്. ഏതൊരു ഓടിയൊക്കെ ഞാൻ കേട്ടായിരുന്നു 24 മണിക്കൂർ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിന് മതി നമുക്കെന്ന്. നേരത്തെ വേണ്ടവർക്ക് പോവാമല്ലോ. ഞങ്ങൾക്ക് അറിയത്തില്ല, പൊക്കോളാൻ പറഞ്ഞതല്ലേ. ബസ്സിൽ പൈസ ഇല്ലെങ്കിൽ പോലും മേടിച്ചിട്ട് പോകാൻ. ചേച്ചിയല്ലേ ചേച്ചി, ചേച്ചിക്ക് സാഹചര്യം പിന്നെ നിങ്ങളോട് വിളിച്ചു പറയാൻ ആരുടെയും നമ്പർ ഇല്ല. നിങ്ങളുടെ ആരുടെയും നമ്പർ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. നിർത്തുന്നുള്ള രീതി വന്നതും അല്ലല്ലോ. ഇയാൾക്ക് ഇഷ്ടക്കുറവില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് വേറെ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് എന്റെയും തന്നെ വേറെ ആരുടെങ്കിലും ഭാഗത്തില്ല. അങ്ങനെയില്ല. നേരത്തെ ക്ലാസ് പോലും എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചോദിക്കണം, ഞാൻ കോൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്, ഇന്ന കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ ഇന്ന മറുപടികളൊക്കെ തരണം. അല്ലെങ്കിൽ നേരത്തെ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കണം, ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്, നമുക്ക് എവിഡൻസ് ആയിട്ട് വേണം എന്ന് പറഞ്ഞ കൂട്ടും. ഇത്രയൊക്കെ ഡ്രാമ കളിക്കുന്ന സമയത്ത് ആ പിള്ളേരുടെ പൈസ എടുത്ത് കൊടുത്തായിരുന്നു എന്നേ കേസ് ഒഴിച്ചു വിടായിരുന്നു. എന്തെങ്കിലും ആവശ്യമില്ലാത്ത രീതിയിൽ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ കേസായിട്ട് അറിയാലോ ഇയാൾക്ക് ഒരു സാധനത്തിന്. പിന്നെയും ഭീഷണി. നമുക്ക് അതിനുള്ള മോളെ കേസാവേ, നിനക്കൊരു ഭാവിയുള്ളതാ, ഇനി ഒരു ചോക്ലേറ്റ് കൂടെ മേടിച്ചു കൊടുക്ക്. അടൂർ സ്റ്റൈൽ, അടൂർ ഒലീവിയ സ്റ്റൈൽ ഭീഷണി നൈസായിട്ടുണ്ട്. പാവം അവരുടെ വലിയൊരു കമ്പനിക്കെതിരെ അവർ കൊച്ചു വീഡിയോ ഇട്ടു, ഉടനെ നൈസായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതിനെ എന്ത് തന്മയത്തോടെയാണ് അച്ചുവേച്ചി അവതരിപ്പിക്കുന്നത്. ഓ സംഭവം തന്നെ. പോലെ വന്നപ്പോ പെട്ടെന്ന് എന്നെ വിളിച്ച് ചേച്ചി ഇത് നോക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ മാറി നിന്ന് ഇയാളെ വിളിച്ചത്. സ്നേഹം കൊണ്ട് പറയുന്നത് ജോലി എടുക്കാത്തത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, കൺമണി എന്ന് പറയുന്ന ആ കുട്ടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ ഈ വോയിസ് ക്ലിപ്പ് കഴിച്ചപ്പോൾ ചിലർ പറഞ്ഞു അതിനെ ഭീഷണിപ്പെടുത്തിയാണ്. ഇത് ഫോണിൽ കൂടെ ഉള്ള സംഭാഷണമാണ്. എന്റെ ഷോപ്പിൽ നിൽക്കുമ്പോഴാണ്. പൊന്നേച്ചി, സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി ഭീഷണിയാണോ അല്ലയോ. കൂടുതൽ മെഡിക്കൽ വേണ്ട, മനസ്സിലായി കേട്ടോ. പോയി കഴിഞ്ഞ് വീഡിയോ ചെയ്ത ശേഷം തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. വീഡിയോ ചെയ്യാൻ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരാളൊരു അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന കേട്ടല്ലോ. സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിനെ ഇല്ലാത്ത കാര്യത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അതിന് കാര്യങ്ങളായിട്ട് അവർ പോകും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ട് അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. നീ പോയാ പണി കിട്ടുമെന്നല്ല പറഞ്ഞത്. അവിടെ ില്ല രാത്രി വൈകിട്ട് ലേറ്റ് ആയി ചെന്നപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ച് ഞങ്ങൾ പിന്നെ വന്നതാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നല്ലോ 2 ദിവസത്തെ ട്രെയിനിങ്ങിന്. ഇനി ഈ കുട്ടിയുടെ അടുത്തൊരു വോയിസ് ക്ലിപ്പ് ഞങ്ങളെ കേൾപ്പിക്കാം. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പല രീതിയിൽ എന്താ പറയുന്നത് കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട്, വളച്ചൊടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി വിഷമമാണെങ്കിലും എന്നെ വെറുക്കുന്നവർക്കും ഞങ്ങളെ ഇത്രയും നാളുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവർക്കും നല്ല രീതിയിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. ഇത് നിങ്ങൾ കേൾക്കുക. ചെയ്യുന്നത് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാണ്. ഞാനൊന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത്? അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കൈസിക്കയാ. ഈ കൈസിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാൻ ആ പുള്ളിക്കാരന് 2-3 മെസ്സേജ് അയച്ച്. ആ പുള്ളിക്കാരന് മാത്രമല്ല, ഇതുപോലെ ഇച്ചിരി റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാൻ തുരാന്ന് മെസ്സേജ് അയച്ച്. എന്തിനു വേണ്ടി? നിങ്ങൾ പറ, എന്തിനു വേണ്ടി യൂട്യൂബിൽ നിൽക്കുന്ന റീച്ച് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എന്തിനു വേണ്ടി മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ആ കൊച്ചൊരു വീഡിയോ ഇട്ടു, അതിനകത്ത് ഇഷ്ടംപോലെ കമന്റ്സ് വന്നു. അപ്പം ബാക്കി 4 പേര് അറിയേണ്ട കാര്യമാണെന്ന് തോന്നിയിട്ടാണ് ആ കൊച്ചിന് മെസ്സേജ്. അപ്പോൾ ആ കൊച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അവരതിട്ട് വീഡിയോ ഇട്ട് അത് റീച്ച് കിട്ടി. എടാ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു കാര്യമാണ്, ഒരു കള്ള കേസാണെന്ന് വിചാരിക്കുക. ആരെങ്കിലും കാണും. അപ്പം ഞാൻ നിങ്ങളെ പറ്റി കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും മനുഷ്യർ കാണും? ഇല്ല, ആരും കാണത്തില്ല. അതല്ല അവൻ പറയുന്ന കള്ളോടാ, അത് നല്ല കമ്പനിയാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ കമന്റ് ബോക്സ് അങ്ങനെയല്ല പറയും. അതാണ് പ്രശ്നം. ഇപ്പോൾ മനസ്സിലായി അച്ചുവെച്ചിക്ക് എന്താ പ്രശ്നം? തുരുതുരാ മെസ്സേജ് അയച്ച് ഒലിവിയെ നശിപ്പിക്കണമെന്ന് ഈ കുട്ടി ഒലിവിയെ നശിപ്പിക്കണമെന്ന് ഒരു കൊച്ചു വിചാരിച്ച് നശിപ്പിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒലിവിയ തുമ്മിയത്തിറക്കുന്നൊരു മൂക്കാണോ ഒലിവിയ? എനിക്ക് ഇന്നും എന്റെ മുന്നിൽ നിങ്ങളോട് ചോദിക്കാനുള്ള, സമൂഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. തൊട്ട് മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ചത് ആ കുട്ടിക്ക് 2 ദിവസം എന്റെ ഷോപ്പിൽ വന്നുണ്ടായ അനുഭവമാണ്. ഇത് ഓൺലൈൻ ഓഫീസിൽ ആ കുട്ടി ഇന്റർവ്യൂവിനല്ലാതെ ഈ വീടിനകത്ത്, ഈ ഓഫീസിനകത്ത് ആ കുട്ടി വന്നിട്ടില്ല. പിന്നെ എന്തിന് ഈ കുട്ടിക്ക് ഒരു അനുഭവം ഇല്ലാഞ്ഞപ്പോൾ ഈ കുട്ടി എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യിപ്പിച്ചു?